ഒന്നുകൂടെ ആയാലോ അല്ലേ? ഗുഡ് ഈവനിങ് ഓൾ. എന്നാലും ഒപ്പിക്കാം അല്ലേ? നമ്മളെപ്പോഴും എനർജിയോടെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് MA എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എനർജി കാണിക്കാൻ മടിക്കും തോറും നിങ്ങൾക്ക് എന്തില്ല, ജീവിതത്തിലും എനർജി കുറയുന്നതാണ്. നിങ്ങളുടെ എനർജിയാണ് ഞങ്ങളുടെയൊക്കെ എനർജി അല്ലേ? ലീഡേഴ്സിന്റെ എനർജി. അപ്പൊ എന്ത് ചെയ്യാം, അതിനൊന്നും ഒരു മടിയും കാട്ടരുത്. മലയാളികൾക്ക് പൊതുവെ ഒരു മടിയാ എന്തിനും. ഒന്ന് കൈയടിക്കാൻ പറഞ്ഞാൽ മടിയാണ്. തമിഴ്നാടൊക്കെ നോക്കിയിട്ടില്ലേ അല്ലേ? ഒരു സിനിമ കണ്ട ആസ്വദിച്ച് സിനിമ കാണും, കയ്യടിയും ബിസിലടിയും ഒക്കെ ആയിട്ട്. മലയാളികളോ ചിരിച്ച അപ്പുറത്തുള്ളവർ എന്ത് വിചാരിക്കുമോ, ഭയങ്കര പേടിയാ. അപ്പൊ ആ പേടിയൊക്കെ ഒന്ന് മാറ്റാം. എൻ്റെ പേര് സാവിത്രി ആർവോ എന്നാണ്. സ്ഥലം അത്തിപ്പറ്റ പറമ്പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ ഈ മീറ്റിങ്ങിൽ വരാറുള്ളൂ. തുടക്കത്തിൽ ഞാൻ സ്ഥിരം വരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ പ്ലാൻ പറയാൻ പഠിച്ചത്. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് കാരണം ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പ്രതികരിക്കുന്ന എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. തുടക്കത്തിൽ ഞാൻ അവിടുന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗസ്റ്റുകൾ ഒരാഴ്ചക്ക് ഞാൻ പ്ലാൻ ചെയ്യും, എല്ലാരെയും വിളിക്കും, ഇവിടെ ഗേറ്റിൽ വന്ന് നിൽക്കും 1:30 മണി 2 മണിക്കൊക്കെ. പക്ഷെ പിന്നെ ഒറ്റൊന്ന് ഫോൺ എടുക്കില്ല. 2 മണി വരെ ഫോൺ എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കൂല. അപ്പൊ എനിക്ക് തന്നെ വിഷമാവും. ഈ ഫോർത്ത് പാൾസിന്റെ ഗേറ്റിൽ വരുന്നത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം എല്ലാ ആഴ്ചയും തുടർന്ന് 6 മാസം. ഞാനിത് എന്തിനാ നിങ്ങളെ പറയുന്ന പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കാനല്ല, പോസിറ്റീവ് ആക്കാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയതാണ്. ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. ഈ ലുക്കൊന്നും നിങ്ങൾ കാണണ്ട. ഇതൊക്കെ തന്നത് MA ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനിയാണ്. ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണക്കാരിയായ ഒരു കൂലിപ്പണിക്കൊക്കെ പോയി ഒരു കുടുംബത്തിനെ പോറ്റുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ മക്കൾക്ക് ബർത്ത്ഡേക്ക് പറ്റാത്തൊരു ഗതികെട്ട അമ്മ എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അമ്മ ഇന്ന് ഈ കമ്പനി RPC എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനിന്റെ നമ്മുടെ കവിത മേഡം പറഞ്ഞ പ്ലാൻ നിങ്ങളൊന്ന് ഒന്നും കൂടെ പഠിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇവിടെ ഗസ്റ്റായിട്ട് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ ഒന്ന് കൈപൊക്കുക. അപ്പൊ ഗസ്റ്റുകളായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ഈ ഹോളിലേക്ക് കടന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ഒരാൾക്ക് സാധ്യമെങ്കിൽ മറ്റൊരാൾക്ക് സാധ്യമാണ്. 6 മാസം തുടർച്ചയായിട്ട് ഈ ഹോളിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരു ഗസ്റ്റ് വരാതെ കറിഞ്ഞ ഞാന് ഇന്ന് 12 കോടി ബിസിനസ് കൊടുത്തു വന്നാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അത് നിരന്തരമായിട്ട് നമ്മളെടുത്ത തീരുമാനത്തിലൂടെ അതിൽ ഉറച്ചു നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സാധിച്ചെടുക്കുക എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവണം. ആ തീരുമാനത്തിലൂടെയാണ് വളർന്നത്. ചോക്ലേറ്റ് വാങ്ങാൻ ഗതിയില്ലാത്തൊരു അമ്മയായ ഞാന് ഇപ്പൊ എല്ലാ വർഷവും എന്റെ മക്കൾക്ക് സ്വർണവും വണ്ടിയായിട്ടാണ് ഞാന് ഓരോരോ അതുപോലെ തന്നെ ഇവിടെയൊന്നും അല്ല, ഇവിടെ പാലക്കാട് വന്ന് നിന്ന് മടുത്തപ്പോ ഞാൻ ടീം ഉണ്ടാക്കി. പക്ഷെ കോവിഡിന് ആ ടീം എന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ ആന്ധ്രയിൽ ഞാൻ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അവിടെയാണ് എന്റെ ടീമൊക്കെ ഉള്ളത്. വീണ്ടും ഞാൻ കേരളത്തിൽ ഇപ്പൊ കൊപ്പം പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ എനിക്ക് ടീമുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒന്നും വരാൻ പറ്റാത്തത്. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസം ആണോ പെണ്ണോ എന്നൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തീരുമാനം എടുക്കുക. ഇവിടെ എല്ലാവർക്കും ഒരേ ഇൻകം തന്നെയാണ് കമ്പനി കൊടുക്കുന്നത്. അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുക. ചിലവര് വിചാരിക്കും ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ടല്ലോ ഇനി തന്നെ പോയിക്കോളുന്ന്. ഒന്നും ആവില്ല കേട്ടോ. സത്യം വിളിച്ചു പറയാതെ വയ്യ. അതുകൊണ്ടാട്ടോ പറയുന്നത്. കിട്ടൂല മക്കളെ. 1 lakh ഇൻകം വാങ്ങിച്ചുകൊണ്ടാണ് സാവിത്രി മാഡം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ 5 ഡോക്ടർമാരുണ്ട്. 5 ഡോക്ടർമാരുണ്ട്. അച്ഛന്റെ കുടുംബം, നമ്മുടെ കുടുംബം. ആ 5 ഡോക്ടർമാർക്കും 60,000-ന് മുകളിൽ സാലറി ഇല്ല. പക്ഷെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സാവിത്രി മാഡത്തിന് ഈ കമ്പനിയിലൂടെ 1 lakhിലധികം വരുമാനം ഉണ്ടെന്നാണ് പറഞ്ഞു വന്നത്. കയ്യടി പോരാട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ആർക്കാണോ ഇവിടെ ഈ ബിസിനസിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്
പോലെ എനിക്കും നിങ്ങൾക്കും ഒരേ ഐ ഡി തന്നെയാണ്. അതുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ അവസാനത്തെ ബസ്സായിട്ട് കണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഇതുപോലെ